വിഖ്യാത പിന്നണി ഗായിക എസ് ജാനകി അന്തരിച്ചു. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ കൊച്ചുമകൾ അപ്സര വിതുല്യാണ് മരണവിവരം പങ്കുവച്ചത്. മൈസൂരുവിൽ വച്ചായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. 20ലധികം ഭാഷകളായി 1000ലേറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ്, ഹിന്ദി, ഒഡിയ, ബംഗാളി, മറാഠി, തുളു, ഉറുദു, ഗുജറാത്തി, പഞ്ചാബി, കൊങ്കണി, ആസാമീസ്, സിന്ധി തുടങ്ങി 17 ഭാഷകളിൽ ഏകാന്ത ഗീതം, യുഗ്മഗാനം, കോറസ് മുതലായ പലതരത്തിലുള്ള 48,000-ഓളം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഇവയ്ക്കു പുറമെ ഇംഗ്ലീഷ്, ജാപ്പനീസ്, അറബിക്, ജർമ്മൻ, സിംഹള എന്നീ ഭാഷകളിലും പാടിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ യഥാക്രമം കന്നഡ, മലയാളം എന്നീ ഭാഷകളിലാണ്. 1957 വിധിയിൽ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ തുടങ്ങിയ ഔദ്യോഗിക ജീവിതം 6 പതിറ്റാണ്ട് പിന്നിട്ടു. ഈ വേളയിലാണ് അന്ത്യം. എസ് ജാനകിയുടെ സംഗീത ജീവിതത്തെ സമഗ്രമായി പരിചയപ്പെടുത്തുന്ന ഗവേഷണ ഗ്രന്ഥമാണ് എസ് ജാനകി ആലാപനത്തിൽ തേനും വയമ്പും. 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച ജാനകി 3-ാം വയസ്സിൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു തുടങ്ങി. 10-ാം വയസ്സിൽ പൈതി സ്വാമിയുടെ കീഴിൽ ശാസ്ത്രീയ സംഗീത പഠനം ആരംഭിച്ചു. ജാനകിയുടെ സംഗീതവാസന വളർത്തുന്നതിൽ അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖർ നിർണായക പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം സംഗീത പഠനത്തിനായി പിൽക്കാലത്ത് മദ്രാസിലെത്തി. ആകാശവാണി ദേശീയതലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2-ാം സ്ഥാനം നേടിയതോടെയാണ് ജാനകി ശ്രദ്ധേയായത്. വൈകാതെ മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ ജോലി ലഭിച്ചു. 1957 19-ാം വയസ്സിൽ വിധിയിൽ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപ്പതി റാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ജാനകി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. തെലുങ്ക് ചിത്രമായ MLL അവസരം ലഭിച്ചതിനു ശേഷം ജാനകിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഭാഷകളെ നിഷ്പ്രഭമാക്കിയ ആ സ്വരം മാധുരി ലക്ഷക്കണക്കിന് ആളുകൾ ഹൃദയത്തിൽ സ്വീകരിച്ചു. എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷാ ചിത്രങ്ങളിലും പാടിയിട്ടുള്ള ജാനകി ഹിന്ദി, സിംഹള, ബംഗാളി, ഒറിയ, ഇംഗ്ലീഷ്, സംസ്കൃതം, കൊങ്ങിണി, തുളു, സൗരാഷ്ട്ര, ബഡുഗ, ജർമ്മൻ ഭാഷകളിലും സ്വരസാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 1200-ൽ പരം മലയാള സിനിമാ ഗാനങ്ങൾക്ക് ജാനകി ശബ്ദം പകർന്നിട്ടുണ്ട്. ഇതിൽ സുപ്രസിദ്ധമായ നിരവധി ഗാനങ്ങൾ ഉൾപ്പെടുന്നു. സംഗീത സംവിധായകൻ MS ബാബുരാജാണ് ജാനകിയുടെ തരളിതമായ ശബ്ദം തിരിച്ചറിഞ്ഞ് അവരെ മലയാളത്തിലേക്ക് എത്തിച്ചത്. കുട്ടികളുടെ സ്വരത്തിൽ പാടുന്നതിനുള്ള സവിശേഷമായ കഴിവും ഈ ഗായികയ്ക്ക് ഉണ്ട്. മലയാളത്തിൽ ഇത്തരം ചില ഗാനങ്ങളും ആലപിച്ചിട്ടുണ്ട്. 28/10/2017 മൈസൂർ മാനസ ഗംഗോത്രിയിലെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി സിനിമയിലും പൊതുവേദിയിലും പാടുന്നത് അവസാനിപ്പിച്ചു. താൻ പാടിയതിൽ ഏറ്റവും പ്രയാസമേറിയ ഗാനമെന്ന് എസ് ജാനകി വിശേഷിപ്പിച്ച ഗാനമാണ് കന്നഡ ചലച്ചിത്രമായ ഹേമാവതിയിലെ ശിവ ശിവ എന്നത നാളികെ AK എന്ന ഗാനം. ഈ ഗാനത്തിൽ സ്വരങ്ങൾ അതിവേഗം പാടേണ്ടി വരുന്ന ഭാഗം ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ലാത്ത തന്നെ കുഴപ്പിച്ചു എന്നവർ പറഞ്ഞിട്ടുണ്ട്. തോടി, ആഭോഗി എന്നീ 2 രാഗങ്ങളിൽ L വൈദ്യനാഥൻ ചിട്ടപ്പെടുത്തിയ ഗാനമാണിത്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 4 തവണയാണ് എസ് ജാനകിക്ക് ലഭിച്ചത്. 16 വയതിനിലെ എന്ന തമിഴ് ചിത്രത്തിലെ സിന്ദൂരപ്പൂവേ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് ആദ്യമായി ദേശീയ പുരസ്കാരം ലഭിച്ചത്. 1980-ൽ ഓപ്പോൾ എന്ന മലയാള ചിത്രത്തിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്ന ഗാനത്തിനും 1984-ൽ തെലുഗു ചിത്രമായ ഭാസിതാരയിൽ വെന്നല്ലോ ഗോദരി ആനന്ദം എന്ന് തുടങ്ങുന്ന ഗാനത്തിനും 1992-ൽ തമിഴ് ചിത്രമായ ഭദേവർ മകനിൽ ഇഞ്ചി ഇടുപ്പഴക എന്ന് തുടങ്ങുന്ന ഗാനത്തിനുമാണ് ദേശീയ അവാർഡുകൾ ലഭിച്ചത്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് 14 തവണയും തമിഴ്നാട് സർക്കാരിന്റെ അവാർഡ് 7 തവണയും ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ അവാർഡ് 10 തവണയും ഈ ഗായിക സ്വന്തമാക്കി. തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി പുരസ്കാരം 1986-ലും സുർ സിംഗർ അവാർഡ് 1987-ലും കേരളത്തിൽ നിന്നും സിനിമ ആർക്കൈവർ അവാർഡ് 2002-ലും സ്പെഷ്യൽ ജൂറി സ്വരലെ യേശുദാസ് അവാർഡ് 2005-ലും ലഭിച്ചു. തളിരിട്ട കിനാക്കൾ, സൂര്യകാന്തി, മണിമുകിലെ, കവിളത്ത് കണ്ണീർ കണ്ടോ, താമര കുമ്പിളല്ലോ, അവിടെ നിൻ ഗാനം കേൾക്കാൻ, എൻ പ്രാണനായകനെ, കണ്ണിൽ താനെ തിരിഞ്ഞും മറിഞ്ഞും, ഇന്നലെ നീയൊരു തുടങ്ങിയ വിവിധ മലയാളം ഗാനങ്ങളും എസ് ജാനകി പാടിയിട്ടുണ്ട്. ഗായിക എന്ന നിലയിൽ നിറഞ്ഞു നിൽക്കുന്നതിന് പുറമെ ജാനകി ഗാനരചനയും സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. നിരവധി തമിഴ്, തെലുഗു ചിത്രങ്ങൾക്ക് വേണ്ടി അവർ ഗാനങ്ങൾ എഴുതി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.